ഹായ് എവരി വൺ, ശിവദാൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജീവിതത്തിലെ നെഗറ്റീവ്സിനെയൊക്കെ ഒഴിവാക്കി പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ റീഡിങ് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഇപ്പോൾ കാണുന്നു അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. എല്ലാവർക്കും റെസനേറ്റ് ആവുമെന്ന് അറിയില്ല, റെസനേറ്റ് ആവുന്നവർ എടുക്കുക. കറക്റ്റ് റീഡിംഗ് ആണ്, ഒരു ഗൈഡൻസ് മാത്രമാണ്. അപ്പോൾ ഇന്ന് നോക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ നിലവിലെ സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ ബന്ധത്തിന് മുന്നോട്ടേക്കുള്ള ജീവിതം ഇനി എന്താണ്, അവർ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുമോ, അവരുടെ മാനസികാവസ്ഥ എന്തൊക്കെയാണെന്ന് നോക്കാം. അവരുടെ മനസ്സൊക്കെ മാറി നല്ലൊരു ജീവിതം ഉണ്ടാകുമോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ ഓവറോൾ എനർജി വന്നൊരു ക്യൂനോ കപ്സിൻ്റെ എനർജിയാണ്. അപ്പം ഇവിടെ കാണുന്നത് സെൽഫ് ലവ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. അപ്പം മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറ്റി സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ സെൽഫ് ലവ് ചെയ്ത മൂലം ചിലപ്പോൾ അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് കാണുന്നത്. അപ്പം ആദ്യം തന്നെ ഇവിടെ വന്നിട്ടുള്ളൊരു 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. 5 ഓഫ് വാണ്ടിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം, ഒന്നിൽ പറയാം. ലവേഴ്സ് കാർഡാണ്. ഒരു 5 ഓഫ് വാണ്ടും ഒരു ലവേഴ്സ് കാർഡാണ് വന്നത്. 5 ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ പലതരത്തിലും ഒരു സമാധാനം കിട്ടാത്ത ജീവിതത്തിൽ കൂടിയായിരുന്നു ഇതുവരെ കടന്നു പോയത്. അപ്പം പല കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ കൂടിയൊക്കെ പോയിട്ടുണ്ടായ വ്യക്തികളാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം, ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ ചെയ്ത കാർമികമായ സിറ്റുവേഷനോ ആകാൻ സാധ്യതയുണ്ട്. കൂടുതലായും പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അതിൽ നിന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ മോറോളജി സെൽഫ് ലവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പല പുതിയ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ചിന്തിച്ച് നടന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് സെൽഫ് ലവ് ചെയ്യുന്നത് കൊണ്ട് അവരിപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നാൾ റിലേഷൻഷിപ്പുമായിട്ട് ഒരുപാട് പെയിനിലൂടെ കടന്നു പോയെങ്കിൽ ഇനി ചുമക്കാൻ ഭാരങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പ് ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ, അങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങളാണ് ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത്. പിന്നെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലാത്ത രീതിയിലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തോടു കൂടി ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത്. 7 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. 3 ഓഫ് പെൻഡിക്കിളാണ്. അപ്പോൾ ഒരു 3 ഓഫ് പെൻഡിക്കിളും ഒരു 7 ഓഫ് വാണ്ടാണ്. ഇത്രയും നാൾ നിങ്ങളെ ബ്ലോക്കാക്കി വെച്ച് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ആക്കി വെച്ച വ്യക്തികളുണ്ടെങ്കിൽ അവരിപ്പോൾ അല്ലെങ്കിൽ നിങ്ങളോ ഈ ബ്ലോക്കൊക്കെ മാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ ഒരു നല്ല രീതി ചിലപ്പോൾ കൂടുതലായിട്ട് ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെയാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് സോഡും കിങ് ഓഫ് സോഡുമാണ്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ആ ഒരു ഡെപ്തിലുള്ള ആളുകളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ ചിലപ്പോൾ വിവാഹം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന വ്യക്തികളായിരിക്കും. ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അങ്ങനെയൊക്കെ മാറിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ബ്ലോക്കാക്കി വെച്ചത്, വരാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ജോലി തടസ്സം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ജോലി ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഏതെങ്കിലും കാര്യം. ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട ജോലി കിട്ടിയിട്ട് വിവാഹം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുണ്ടാവും. ഇപ്പോൾ അവരതിന് വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ജോലിക്ക് വേണ്ടി വർക്ക് ചിലപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ടാവും. എന്നിട്ട് മുന്നോട്ടുള്ള ജീവിതം തീരുമാനിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന വ്യക്തികളുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാ കാര്യവും ബ്ലോക്കാക്കി വെച്ചത്. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ബ്ലോക്കൊക്കെ മാറ്റുന്നതായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിന് മറ്റുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് അതിന് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, ഇങ്ങനെ സെപ്പറേഷനിൽ നിന്നാൽ ശരിയാവില്ല വിചാരിച്ചിട്ട് അതിന് മറ്റുള്ള ഒരു മൂന്നാമതൊരാളുടെ സഹായം തേടുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ഇത് വീണ കാർഡാണ്. എന്താ ദി വീൽ ഓഫ് ഫോർച്യൂൺ.
പിന്നെ പേജ് ഓഫ് സോഡും പേജ് ഓഫ് വാൺസും വീൽ ഓഫ് ഫോർച്യൂണാണ്. ഒരു പേജ് ഓഫ് വാൺസിൻ്റെ എനർജി ഒരു വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പം പേജ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി റിസ്ക് എടുക്കേണ്ട സമയമാണ്. നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. എല്ലാ കാര്യത്തിനും റിസ്ക് എടുത്ത് മുന്നോട്ട് പോകണം. അതിന് വേണ്ടി ഇത്രയും വർക്ക് ചെയ്ത് മുന്നോട്ട് റിസ്ക് എടുത്ത് പോകാനാണ് പറയുന്നത്. എന്നെങ്കിലേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളിങ്ങനെ വെറുതെ ഒരു ഭാഗത്ത് അത് ശരിയാവുമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത് എല്ലാം ശരിയാവണമെങ്കിൽ നിങ്ങളോട് നന്നായിട്ട് റിസ്ക് ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു ലവേഴ്സ് കാർഡാണ്. ആ ഒരു അവസ്ഥയിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോകാൻ അത് ഒരു സക്സസ്സിലേക്ക് പോയി ഇനി എന്ത് ചെയ്യുന്നുണ്ട് ആ സക്സസ്സിലേക്കാണ് പോകുന്നത് കാണിക്കുന്നത്. ഇത് വീൽ ഓഫ് ഫോർച്യൂണാണ് വരുന്നത്. ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ പെട്ട് പിന്നെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകുന്നത് തന്നെയായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ചില ആളുകൾ ജോലി സംബന്ധമായ കാര്യം അറിയണമെങ്കിൽ PSC ഒക്കെ എക്സാമൊക്കെ എഴുതിയ ആളുകളുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെസ്റ്റോ പേപ്പറോ ബാങ്ക് ടെസ്റ്റ് അങ്ങനെ പല കാര്യങ്ങളും എക്സാമൊക്കെ എഴുതിയ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വിചാരിക്കാതെ ജോലി ജീവിതത്തിലേക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ എക്സാമൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് അതൊരു വിജയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും സെപ്പറേഷൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു ഉയർച്ച തന്നെയാണ് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നാൾ അനുഭവിച്ച ഈ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി ഒരു നല്ല ജീവിതം വരാൻ പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന എത്രയോ ബുദ്ധിമുട്ടും ദുരിതം അനുഭവിച്ച ആളുകളുണ്ട്. അവരിലേക്കൊക്കെ ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നതായിട്ട് കൂടുതലായിട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ അത്രയും ഒരു ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ദൈവമായിട്ട് അനുഗ്രഹിച്ച വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് ഇത് നിസ്സാര കാരണം ഈഗോ പ്രശ്നങ്ങളൊക്കെ കാരണം ഈഗോ പ്രശ്നമായിട്ടായിരിക്കും കൂടുതൽ. കിങ് ഓഫ് വാൺസും കിങ് ഓഫ് സോഡ് ക്യൂൻ ഓഫ് സോഡാണ്. അപ്പോൾ കുറച്ച് നല്ല ഈഗോ ഉള്ള വ്യക്തികളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും സെപ്പറേഷനിലായത്. അപ്പോൾ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് താന്നു കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് രണ്ടുപേരും പരസ്പരം സോൾവ് മനസ്സിലാക്കി തിരിച്ചാൻ ശ്രമിച്ചെങ്കിലേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. രണ്ടുപേരും ഒരേപോലെ ഇരുന്നാൽ വാളും പിടിച്ചിരുന്നാൽ അത് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് കൂടുതലാണ്. അപ്പോൾ ഒരാൾ താന്നു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും അങ്ങനെ നിൽക്കുന്നിടത്ത് ഒരു സ്നേഹം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരാൾ താന്നു കൊടുത്തെങ്കിലേ ആ ജീവിതം മുന്നോട്ട് രണ്ടാൾ ഒരുമിച്ച് ഒരേപോലെ വാളും പിടിച്ച് നിന്നാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അത് എന്ത് കാര്യയുടെ റിസ്ക് എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. റിസ്ക് എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു അവസരമാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യാനാണ് പറയുന്നത്. വർക്ക് നിങ്ങളിലുള്ള തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി നിങ്ങളിൽ ആരോ ഒരാൾ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആരാ ബ്ലോക്കാക്കി വെച്ച് ആരാ പിന്നെ നിർത്തി പോകാൻ പറ്റാതെ വിഷമിച്ച് മാനസികമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാർ അവർ ബ്ലോക്കൊക്കെ മാറ്റുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 10 ഓഫ് സോഡിൻ്റെ എനർജി. 5 ഓഫ് കപ്പ് 10 ഓഫ് സോഡാണ് വന്നത്. ഒരു 5 ഓഫ് കപ്പ് ഒരു 10 ഓഫ് സോഡാണ്. അപ്പോൾ 5 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ ഒരു ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. പിന്നെ എന്തൊക്കെ ഇപ്പോൾ ഈ വേദന സഹിക്കുന്നത് അതൊരു മുന്നോട്ടേക്കുള്ളൊരു നല്ല ജീവിതത്തിനാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ദുഃഖത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുക. ഈ ദുഃഖത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയെങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സുന്ദരമായൊരു ജീവിതം വരികയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉള്ള ജീവിതം വെറുതെ ജീവിച്ച് തീർക്കാതെ ഓരോ കാര്യങ്ങൾ ഓരോ മനുഷ്യരും ചെയ്യാനുണ്ടാവും. അക്കാര്യങ്ങൾ പല കാര്യങ്ങളിൽ എൻഗേജ് ആകാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ ആ സമയം വേസ്റ്റായി പോവുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഓരോ മനുഷ്യനും ചെയ്യാനുണ്ടാവും. അത് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മളെ മനസ്സിന് തന്നെ ഒരു മാറ്റം വരും. നമ്മളെ മനസ്സിന് മാറ്റം വരുമ്പോൾ നമുക്ക് ഒരു പുതിയ എനർജിയിലേക്ക് കടക്കാൻ സാധിക്കും. ഈ ദുഃഖം മാത്രം ആലോചിച്ചിരുന്നാൽ ജീവിതം മുഴുവൻ അങ്ങനെയായിപ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ഇപ്പോൾ ഉള്ള ഈ ദുഃഖത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വരാനിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ വീൽ ഫോർ ഫോർച്യൂൺ വന്നത്. വീൽ ഫോർ ഫോർച്യൂൺ നിങ്ങളിലേക്ക് പല നല്ല നല്ല കാര്യങ്ങൾ പല സിറ്റുവേഷൻസ് ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. പല ജീവിതത്തിൽ പല വ്യക്തികളായാലും സാമ്പത്തികമായാലും എല്ലാം വന്നു ചേരുന്നുണ്ട്. പക്ഷേ നിങ്ങളിലേക്ക് എത്താത്ത നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ
ഇപ്പോൾ ഉള്ള ഈ വേദനയിൽ കൂടെ കടക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ദുഃഖം കടന്നു പോയെങ്കിൽ നമുക്കിത് അനുഭവിച്ച് തീർക്കാനുള്ളതാണ് ഇപ്പോൾ ഉള്ള ഈ ദുഃഖം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ജീവിതം, മുന്നോട്ടുള്ള ജീവിതം എന്താ, നമ്മൾ എന്താണ് അനുഭവിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഈ ദുഃഖത്തിൽ നിന്ന് ആരും ഈ ദുഃഖത്തിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിൽ നിന്ന് മാറാനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ ജീവിതത്തിൽ ഈ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ചുറ്റും വലയം ചെയ്തിരിക്കുന്ന വ്യക്തി, അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകണം, ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം മനസ്സിൽ നെഗറ്റീവ് എനർജി കൂടുന്നത് കൊണ്ടാണ് ഈ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ബന്ധം ഉണ്ടാക്കി പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇതുവരെ നീതി കിട്ടാത്ത അവസ്ഥയിൽ കൂടിയാണല്ലോ പോകുന്നത്, എന്തിനാണ് ഇങ്ങനെ വെറുതെ ജീവിച്ച് തീർക്കുന്നത്, ഇതിൻ്റെ പുറകെ എന്തിനാണ് പോകണമെന്നൊക്കെ വേദനയോടെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാവും. പക്ഷേ ഇങ്ങനെ ചിന്തിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ബന്ധം ഒരിക്കലും വിട്ടു പോകാൻ പറ്റാത്തൊരു ബന്ധമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓർത്ത് ദുഃഖിക്കുക എന്നല്ലാതെ ആ ജീവിതം തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഈ ബന്ധം മാറി ഒരു പുതിയ ജീവിതം, സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഉള്ള ബന്ധം നിങ്ങൾ ഒഴിവാക്കി പോകുന്ന കുറേ വ്യക്തികളുണ്ട്. വേണ്ടാന്ന് വിചാരിച്ച് പോകുന്ന വ്യക്തികളുണ്ടെങ്കിലും കൂടി അവരുടെ ജീവിതത്തിലെ പുതിയ ഒരു ബന്ധം, ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത എല്ലാ രീതിയിലും പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് ആ ജീവിതം വേണ്ട, മടുത്ത് ഇനിയിപ്പോൾ ആ വ്യക്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് ഏത് രീതിയിലല്ല പുതിയൊരു ജീവിതം വരുന്നതായിട്ട് അവിടെ കാണുന്നത്. ഏതൊരു വ്യക്തി ഈ കൂടുതലായിട്ടും ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകളാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും ഒരു പുതിയ ജീവിതം, ഇപ്പോൾ വേദനിക്കുന്നതും വിഷമിക്കുന്നതൊക്കെ ഇത് സമയത്ത് നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് അനുഭവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ വേദനയിൽ നിന്ന് മാറി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ യൂണിവേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറിയാൽ നിങ്ങൾക്ക് പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 8 ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഇതും പറയുന്നത് എന്താ, നിങ്ങൾ ബന്ധം വിട്ടു പോകാനല്ല പറയുന്നത്. മൂവ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഏത് സിറ്റുവേഷനാണോ അനുഭവിക്കുന്നത്, ചില ആളുകൾ വിട്ടു പോകാൻ പറയുമ്പോൾ അവർ ബന്ധമേ വിട്ടു പോകാൻ പറയുകയാണെന്ന് വിചാരിച്ച് അങ്ങനെ ചിന്തിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അതുകൊണ്ട് ഈ മൂവ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഈ ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി സെൽഫ് ലവ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പല കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആകാൻ. എന്നാൽ അങ്ങനെ മാറി ചിന്തിക്കുമ്പോഴേ നിങ്ങളിലേക്ക് ഒരു പുതിയ മാറ്റം ഉണ്ടാകും, പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും. അതാണ് ഏറ്റവും കപ്പിൽ പറയുന്നത്. 2 ഓഫ് സോഡിൻ്റെ എനർജി. നിങ്ങൾ ഇപ്പോഴും ഈ അവസ്ഥയിലാണ്, കണ്ണുകെട്ടി ഒരു ചുറ്റും ബ്ലാക്ക് എനർജി വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറിപ്പോകാനാണ് നിങ്ങളോട് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളോട് മാറിപ്പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോട് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ ഒക്കെയാണ് പറയുന്നത്. നിങ്ങളിലേക്ക് പുതിയ ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതിനുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനൊക്കെയുള്ള കഴിവുള്ള അത്രയും ഒരു ഉയർന്ന പവറിലുള്ള വ്യക്തികളാണ്. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പല ഇൻഡ്യൂഷൻസ് നിങ്ങൾ സ്വയം എന്താ ചെയ്യേണ്ടത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ നിങ്ങൾ ഈ അവസ്ഥ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാതെ ഈ ദുഃഖത്തിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ഒരു നല്ല ഒരു ജീവിതം, അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കാനുള്ള കഴിവുള്ള വ്യക്തികളാണ്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് മനസ്സിലാക്കി പോയാൽ, ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു സന്തോഷം ജീവിതത്തിലേക്ക് വരുന്ന അത്രയും ഒരു വലിയ സന്തോഷമാണ് ജീവിതത്തിലേക്ക് ഇവിടെ വരാൻ പോകുന്നത് ഇവിടെ കാണുന്നത്. വീൽ ഫോർ ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡിൽ പറയുന്നത് ഏതാണ്, ഹെർമിറ്റിൻ്റെ എനർജി. ഹെർമിറ്റിൻ്റെ എനർജിയിൽ അതിനെ പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ,
നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റാർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഹെർമിറ്റിൻ്റെ എനർജി പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ സ്വയം മനസ്സിലാക്കുക. ഒറ്റയ്ക്കിരുന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ എന്താണ് ചെയ്യുന്നത്, എനിക്ക് എന്താ വേണ്ടത്, എന്നിലേക്ക് എന്താ വരുന്നത്, ഈ നെഗറ്റീവായ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വരുന്നത്, എനിക്ക് അതിൽ നിന്ന് മാറണം എന്ന് ചിന്തിക്കുക. മാറ്റി ചിന്തിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വരും. അപ്പോൾ പിന്നെ പല അനുഭവങ്ങൾ പല സിറ്റുവേഷൻസും ഒക്കെ നിങ്ങളിലേക്ക് മറിഞ്ഞ് വരും. അപ്പം ഉള്ളിലുള്ള മനസ്സിലുള്ള കാര്യം നിങ്ങളുടെ സോളിന് മാത്രമാണ് അറിയുക. അപ്പം മറ്റാർക്കും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം, നിങ്ങളുടെ സോളിൻ്റെ കാര്യം എന്താണെന്ന്, സോൾ എന്താ പ്രവർത്തിക്കാൻ പോകണമെന്ന് മറ്റാർക്കും മനസ്സിലാകും, നിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാകുക. അതുകൊണ്ട് നിങ്ങളെ തന്നെ സ്വയം മനസ്സിലാക്കാനാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അടുത്തത് ഒരു ക്യൂനോ സോഡിൻ്റെ എനർജിയാണ്. ഒരുമിച്ചൊരു നല്ല ജീവിതം വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അവിടെ കാണുന്നത്. എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ ശ്രമിക്കുക. 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, ഒരുപാട് ഭാരം ചുമക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഭാരങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നത്, പലതരത്തിലുള്ള ഭാരങ്ങൾ നിങ്ങൾ ചുമക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജീവിതം എങ്ങനെയാണെന്നും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ജീവിതത്തിൽ പല പാഠങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഒരുപാട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടെത്തിച്ച് തരുന്നതാണ്. അപ്പോൾ ഈ ഭാരം ഇത്രയും അതികഠിനമായ ഭാരം നിങ്ങൾ ചുമന്ന് മറ്റൊരു സ്ഥലത്ത് എത്തേണ്ട ആ വ്യക്തികളാണ്. അത് എത്താൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ ഇത്രയും ഭാരം ചുമപ്പിക്കുന്നത്. അപ്പോൾ ജീവിതത്തിലേക്കുള്ള എല്ലാ സന്തോഷങ്ങളും നിങ്ങൾ സ്വയം കണ്ടെത്തണം. നിങ്ങൾ സ്വയം കണ്ടെത്തി മുന്നോട്ട് പോകണം. അതാണ് യൂണിവേഴ്സ് നിങ്ങളെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു മാനസിക ബലം, അപ്പോൾ ഇത്രയും ഇങ്ങനെ ഭാരം ചുമക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ, ഇത്രയും വേദന സഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ പലതും ക്ഷമിക്കാനുള്ള ശക്തി, അങ്ങനെയുള്ളൊരു മാനസിക ബലം ലഭിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മുന്നോട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത നിങ്ങളിൽ വന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് ഈ ക്യൂനോസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ അവസ്ഥ തന്നെയാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതികഠിനമായിട്ട് മനസ്സിനെ സ്ട്രോങ് ആക്കി നിൽക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും വേദന നിങ്ങൾ ഒരു മനുഷ്യൻ സഹിക്കുന്നതിലും കൂടുതൽ വേദന നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ചുറ്റുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റാൻ ശ്രമിക്കുക. മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് അത് സ്വയം മനസ്സിലാക്കിയെടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വിശ്വാസം കണ്ടെത്തുക, നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് അതിനുള്ള കഴിവും ഒക്കെയുള്ള വ്യക്തികളാണ്. നിങ്ങൾ സ്വയം മനസ്സിലാക്കാനും സ്വയം ചിന്തിക്കാനും മുന്നോട്ട് എങ്ങനെ പോകണം, ഓരോ സ്റ്റെപ്പ് എങ്ങനെ എടുക്കേണ്ടത്, ഇതൊക്കെ സ്വയം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി വന്ന് ബാധിച്ചു കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്താ നെഗറ്റീവ് എനർജി, ഈ വിഷമം മനസ്സിൽ താങ്ങുന്നത് കൊണ്ട് ഈ നല്ല ബുദ്ധിയെല്ലാം കൂടെ നശിച്ചു പോവുക. അപ്പോൾ ഈ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ച് നല്ലതിലേക്കുള്ള ആ ഒരു ശ്രദ്ധ വിട്ടു പോവുക. നിങ്ങൾക്ക് എന്ത് തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള കാര്യം നിങ്ങളിലേക്ക് തന്നെ കൊണ്ടെത്തിച്ച് തരും. അത് നമ്മളിങ്ങനെ വേദനിച്ചിട്ടും വിഷമിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. നമുക്ക് എന്താണോ കിട്ടേണ്ടത് അതേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിൽ ഫോർ ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ അത്രയൊരു ഭാഗ്യത്തിൻ്റെ കാർഡാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കാനാണ് പറയുന്നത്. മുന്നോട്ട് റിസ്ക് എടുക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഒരു പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് കിങ് ഓഫ് സോഡിന് കിട്ടിയത്. അപ്പോൾ ഈ പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ അടിമുടി മാറ്റിയൊരു വ്യക്തിയായിട്ട് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് അത്രയും കറക്റ്റായിട്ട് സ്ട്രിക്റ്റായ ഒരു സ്ട്രോങ് ആയ എല്ലാത്തിനും ഒരു പവർഫുള്ളായൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തിയെപ്പോലെ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എത്രയോ ആളുകൾ ഉണ്ടെങ്കിലും കൂടിയിട്ട്
ഈ വ്യക്തിക്ക് പകരം വെക്കാൻ കഴിയില്ല. നിങ്ങളെ ഈ വ്യക്തിയുടെ സ്വഭാവം പെരുമാറ്റം എല്ലാം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി മറിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഇവർക്ക് രണ്ട് നിങ്ങളിൽ ആർക്കാണോ ഇത് കാണുന്നത് വെച്ചാൽ അവർ പരസ്പരം വിട്ട് പിരിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും എല്ലാ കാര്യത്തിലും പവർഫുൾ ആയ ആൾ നമുക്ക് മറ്റൊരാളെ ആ രീതിയിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മാനസികമായ ഇഷ്ടത്തിന് പകരം ഫിസിക്കൽ ഇഷ്ടമുള്ള ഒരു ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്നാൽ കൂടുതലായും ഇത്രയും ഒരു ഡെപ്തുള്ള ഒരു ബന്ധമാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ജീവിതത്തിൽ എത്രയോ സന്തോഷം കൊണ്ടു തന്ന ഒരു വ്യക്തിയാണിത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടെത്തിച്ച ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല. അത്രയും ഒരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് കാണുക. അപ്പോൾ ജീവിതത്തിലെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിയ വ്യക്തിയായിരിക്കും. അപ്പോൾ എന്തേ ചെറിയ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ വേറെ ജോലിപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ സെപ്പറേഷൻ ഉണ്ടായത്. പക്ഷേ എന്ത് തന്നെയായാലും നിങ്ങളിലേക്ക് അവർ സ്നേഹത്തോടെ വരുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. അതിനു വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കുന്നതായും വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഉള്ള ഈ നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ നിന്നും വിട്ട് കളയാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഈ നെഗറ്റീവ് എനർജി നിങ്ങളിലും ബാധിക്കും, അത് അവരിലും ബാധിക്കും. അപ്പോൾ ആ നെഗറ്റീവ് എനർജി അവരിൽ കൂടുതൽ ബാധിക്കുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു തടസ്സം ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവർ നിങ്ങളിലേക്ക് വരുന്നതായും ഒരുമിച്ച് ജീവിക്കുന്നതായൊക്കെ കണ്ട് നന്നായിട്ട് പ്രാർത്ഥനയും മെഡിറ്റേഷനൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതാണ് നന്നായി പ്രാർത്ഥിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായും വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരായാലും ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കാർഡിൽ കാണുന്നത്.